ഏപ്രിൽ 10 മമ്മൂക്കയുടെ ഗെയിം ആക്ഷൻ ത്രില്ലറായ ബസൂക്ക റിലീസ് ആവുന്നു. സിനിമയെ പറ്റി സംസാരിക്കാൻ ഐശ്വര്യ, ഭാമ, സുമിത് എന്നിവരാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. The journey of you and Amalneer started in Shiva and James and Yes. So is there a moment that you identified or you realized that Amalneer has an in-depth learning or knowledge about the camera? The way he sees his character is totally different from those times. Correct. Is there a particular moment? He was always ahead of his time. Always ahead of his time. You should see him work even back then. Before Big B, he was doing the camera. He was controlling the set. Okay. Right? He was like a commander. Sorry? He was like a commander. He is. Yeah, he is. He always will be. Okay. He's always ahead of his time. His vision is very clear. He's technically too correct. And back then it was not digital. It was Yes, real. yes, it was film. It was film. And I remember him using filters to get the color tone that he wanted. Which not many people, very few people back then actually used filters to get the green tone or the blue tone. And he was only, I think the only person I worked with who did that. Okay. So you think when it got digital, it just got, he basically got what he wanted, no? Okay. Right? He's amazing, yeah. So, were you be a part of that? Ram Gopal Verma is sitting on one side and Amalneer is sitting on the other side, and they are speaking about films, and you were in the center of discussion. Was there a time like that? See, they were always discussing cinema, but then both of them loved cinema to another level. Okay, and that's why Amalneer is Amalneer today. Okay. Because he understands cinema, like he's ahead Okay. from most of the people that we know of. ബാമ വലിയ മമ്മൂട്ടി ഫാൻ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ മാനിഫെസ്റ്റേഷനിൽ എപ്പോഴെങ്കിലും ഈ മമ്മൂട്ടി സിനിമ മമ്മൂട്ടിയോടൊപ്പം ഭാഗമാവുന്നതല്ലേ ഇപ്പോഴും നമ്മുടെ മാനിഫെസ്റ്റേഷൻ ആയിട്ട് ഉണ്ടാവും? അതായത് മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കുന്നതല്ലേ ഉണ്ടാവുന്നത്. ഈ സിനിമയിൽ അതില്ലല്ലോ, നിർഭാഗ്യവശാൽ. ഒരു സീനുണ്ട്. അപ്പൊ ഈ സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കല് ആലോചിച്ചിട്ടുണ്ടോ? അന്ന് കെട്ടിപ്പടുത്തതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ സമയത്ത് എന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ആണ് ഞാൻ കൊടുക്കേണ്ടത്. ആ സീനിന്റെ മൊത്തത്തിലുള്ള മൈൻഡ് സ്പേസിൽ എന്തൊക്കെയാ പോയിരുന്നത്? ഇതില് മാനിഫെസ്റ്റേഷൻ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനുള്ളൊരു ഉത്തരം എന്താണെന്ന് അറിയില്ല. കാരണം ആഗ്രഹം ഉണ്ടായിരുന്നു മമ്മൂട്ടി സാറിന്റെ കൂടെ അഭിനയിക്കണമെന്നും കാണണമെന്നും ഒക്കെ എല്ലാരെയും പോലെ തന്നെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് മാനിഫെസ്റ്റേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ അത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത്, അതറിയില്ല. അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സാറിന്റെ കൂടെ ആദ്യത്തെ ആ ഒരു സീൻ ചെയ്യാന്ന് പറയുന്നത് എനിക്കന്ന് ഇപ്പോഴും ഞാൻ പറയുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഹാർട്ട് ബീറ്റ് എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് അന്ന് സാറിനെ കാണുന്നതും അടുത്ത് കാണുന്നതും ആ ദിവസം തന്നെയായിരുന്നു ആ സീൻ പോകുന്നുണ്ടായിരുന്നതും. ആ സീനിന്റെ തൊട്ട് മുന്നേ ആയിരുന്നു ഞാൻ. എല്ലാ ഫാനിനും ഒരു ഫോട്ടോ കിട്ടും, നിങ്ങൾക്ക് ഒരു സീൻ തന്നെ കിട്ടി. അത് ഭയങ്കര ടൈംലെസ് ആണ്, അത് എല്ലാ കാലവും ഉണ്ടാവുമല്ലോ. ഇപ്പൊ പടം ഡിജിറ്റൽ കാരണം അത് അങ്ങനെ ആലോചിക്കാറുണ്ടോ? ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ എനിക്ക് സാറിന്റെ കൂടെ ഒരു ഫോട്ടോ കിട്ടിയില്ല. അതായത് ആ ഒരു ടൈം ഒന്നെങ്കിൽ ഞാൻ കോസ്റ്റ്യൂം അല്ലെങ്കിൽ സാറ് കോസ്റ്റ്യൂമിലായിരിക്കും. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു പ്രാവശ്യം ഞാൻ ടീനോട് എടുത്ത് ചോദിച്ചു. ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയി സാറിന്റെ കൂടെ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്ത സമയത്ത് അത് സാറിന്റെ കോസ്റ്റ്യൂമില്ല. അപ്പൊ അതെനിക്ക് എവിടെയും പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ആ ഉള്ള ഫോട്ടോ എന്ന് പറയുന്നത് എനിക്കൊരു ട്രഷറാ. അപ്പൊ ഞാനത് ഇങ്ങനെ ഒരു നിധി പോലെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് രേഖാചിത്രത്തിന് മമ്മൂട്ടി സാറിന്റെ പ്രസൻസ് ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോഴും പക്ഷെ എനിക്കൊരു ഫോട്ടോ കിട്ടിയിട്ടില്ല. അതായത് സാറിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ആ രേഖാചിത്രം റിലീസായി കഴിഞ്ഞ ഉടനെ സാറിനെ കാണാൻ വേണ്ടി നമ്മൾ എല്ലാവരും പോകുന്നുണ്ടായിരുന്നു. അന്ന് സാറിന്റെ വീട്ടിൽ വെച്ച് സാറിന്റെ ക്യാമറയിലാണ് ആ ഫോട്ടോ എടുത്തത്. അപ്പൊ എവറി വെയിറ്റ് ഹാസ് എ വർത്ത്. ഞാൻ നേരത്തെയും പറഞ്ഞതുപോലെ എല്ലാ കാത്തിരിപ്പിനും ഒരു ചെറിയ സന്തോഷം ഉണ്ടാവും. അപ്പം അങ്ങനെ ആ ഒരു മൊമെന്റ് സംഭവിച്ചത്. പിന്നെ എക്സ്പീരിയൻസ് വളരെ എന്താ പറയാ, സാറിന്റെ അടുത്ത് ഡയലോഗ് പറയുന്ന സമയത്തും നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു മൊമെന്റ്സ് എല്ലാം വളരെ നല്ലതാണ്. ഫഹദ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, ആള് തമിഴിൽ ആദ്യം ഒന്നും അധികം സിനിമകൾ ചെയ്യാത്ത, അല്ലെങ്കിൽ ഹിന്ദിയിലൊന്നും ആദ്യം അധികം സിനിമകൾ ചെയ്യാണ്ടിരുന്നത് കാരണം ആള് ചിന്തിച്ചിരുന്നത് മലയാളത്തിലാണ്. മൈൻഡിൽ ചിന്ത പോയിട്ടുണ്ടായിരുന്ന മലയാളത്തിലാണ്. അത് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പാടാണ് എന്നാണ്. പിന്നെയാണ് അദ്ദേഹം റീസെന്റ് ആയിട്ടാണ് ഇപ്പൊ തമിഴ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐശ്വര്യയുടെ ആ പ്രോസസ് എങ്ങനെയാ? എന്ത് ഭാഷയിൽ ചിന്തിക്കും? ഞാനത് പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത് മലയാളത്തിലാണ്. എന്റെ മാതൃഭാഷ മലയാളത്തിലാണ് ഞാൻ ചിന്തിക്കാറ്. ഞാൻ ജനിച്ചു വളർന്നത് തമിഴ്നാട്ടിലായാലും ഐ തിങ്ക് ഇൻ മലയാളം ഉറപ്പായിട്ട്. സോ എനിക്കത് കാരണം ഇനിയും ഏറ്റവും കംഫർട്ടബിൾ ആണ് മലയാളം സംസാരിക്കാനും. തമിഴും ഈക്വലി കംഫർട്ടബിൾ ആണ്, ഞാൻ ജനിച്ചു വളർന്ന അവിടെ ആയ കാരണം. പക്ഷെ ഇപ്പം അപ്പൊ ഒരു തിരുവിഴ സീൻ എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് അപ്പൊ മനസ്സിൽ പൂരമാണോ വരിക അതോ തിരുവിഴയാണോ വരിക? തിരുവിഴ എന്ന് പറഞ്ഞാൽ തമിഴിലല്ലേ തിരുവിഴ സീൻ, അതായത് അവിടുത്തെ ഒരു ഫെസ്റ്റിവൽ സീൻ ആണ്. അപ്പൊ മനസ്സിലേക്ക് പൂരമാണോ വരിക അതോ തിരുവിഴയാണോ വരിക?
ഞാൻ അങ്ങനെ തിങ്ക് ചെയ്യണത് പൂരം, ഞാൻ ജനിച്ചു വളർന്നത് തമിഴ്നാട്ടിലാണ്. അപ്പൊ തമിഴ്നാട് തിരുവഴയാണ് എന്റെ മനസ്സിൽ വരിക. ബിക്കോസ് ഞാൻ അതാണ് കണ്ടിരിക്കുന്നത്. ഞാൻ പൂരത്തിന് വരാറുണ്ട് നാട്ടിലേക്ക്. എപ്പോഴെങ്കിലാണ്, ഞാൻ അത്ര അവിടെ താമസിച്ചിട്ടില്ല നാട്ടില്. വൺസ് ഇൻ 3-4 months വരും എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ കല്യാണത്തിനോ പൂജയ്ക്കോ അമ്പലത്തിനോ അങ്ങനെയൊക്കെയാണ് വരാറ് നാട്ടിലേക്ക്. അല്ലാണ്ട് ഞാൻ ഇവിടെ താമസിച്ചിട്ടില്ല. സോ ഒരു വെക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ ഐ അസോസിയേറ്റ് വിത്ത് തമിഴ്. സംസാരിക്കുമ്പോ ഇവിടെ ഈ മലയാളം കുരച്ചറിയാം, ആ സാധനം കണ്ടിട്ടേ ഇല്ല. ഒട്ടുമില്ല. ഞാൻ അടിപൊളിയായിട്ട് സംസാരിക്കും. അത് നിർബന്ധമായിരുന്നു, പാരന്റ്സിന്റെ നിർബന്ധമായിരുന്നു. ഉറപ്പായിട്ട് അതിന്റെ ക്രെഡിറ്റ്സ് ഉറപ്പായിട്ട് അച്ഛനമ്മയ്ക്ക് തന്നെ പോകും. എസ്പെഷ്യലി എന്റെ അച്ഛൻ ഒത്തിരി സ്ട്രിക്റ്റ് ആയിരുന്നു ഈ കാര്യത്തില്. ഞാനും ചേട്ടനും തമിഴ്നാട്ടിലായിരുന്നല്ലോ, ലൈക്ക് സോ അത് കാരണം ഞങ്ങൾ തമിഴില് ഇൻ കേസ് ഞങ്ങൾ സംസാരിച്ച പോലെ അച്ഛൻ എന്താ തമിഴ് മലയാളത്തിൽ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് ഓൾവേസ് ബീൻ വെരി സ്ട്രിക്ട് വിത്ത് ദാറ്റ്. അത് കാരണമാണ്, ബിക്കോസ് ഓഫ് ഡാഡ്, അച്ഛനെ കാരണം മാത്രമാണ് എന്റെ മലയാളം അത്രയ്ക്ക് നല്ലത്. ബിക്കോസ് ഹി വാസ് വെരി സ്ട്രിക്ട്. മലയാളം തന്നെ പറയണം, മലയാളം തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും എന്റെ ഗ്രാമർ ഒക്കെ അവിടെ അവിടെ ഒന്ന് തെറ്റും, പക്ഷെ എന്നാലും നല്ല മലയാളം തെറ്റായിരിക്കും. പക്ഷെ നല്ല, ഐ തിങ്ക് മൈ മലയാളം ഇസ് വെരി പ്രൊനൗൺസിയേഷൻ നല്ല. ഈ ഐശ്വര്യനെ ഓർക്കുമ്പോഴേ എന്റെ മനസ്സിൽ ആദ്യം വരുന്ന സീൻ എന്ന് പറയുന്നത് തമിഴ് പടം 2.0 കാജൽ അഗർവാളിന്റെ സീനാണ്. അതായത് വിവേകത്തിൽ ഇരിക്കുന്നതാണ്. ആ സീൻ ഒറിജിനലി വന്നപ്പോ പോലും ഏറ്റവും അധികം ട്രോള് വരും, ചിരി വരും ഒക്കെ ചെയ്തു. അതായത് ഒറിജിനലി ആ പടം റിലീസ് ആയപ്പോ നിങ്ങൾ അത്രയും ട്രോൾ ആയിട്ടുള്ള സീൻ എടുത്ത് പിന്നെയും ട്രോൾ ചെയ്യാണ്. ആ മൊത്തത്തിലുള്ള സീൻ, അതായത് ഷോട്ടിന് മുമ്പുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ ആ പടത്തിന്റെ, മരിക്കുന്നതിനൊക്കെ തൊട്ട് മുമ്പ് വലിയൊരു പാട്ട് ഇരുന്ന് പാടുകയാണ്. അപ്പൊ ആ ഷോട്ടിന് മുമ്പുള്ള ആ ഒരു മൊമെന്റ് അത് ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മയുണ്ട്. അതെങ്ങനെ മറക്കുക. അത് വൺ ഓഫ് ദ ഐക്കോണിക് സീൻസ് ഓഫ് ദ ഫിലിമാണ് തമിഴ് പടം 2. ആ പടം സ്പൂഫ് ഫിലിമാണ്. കുറെ പേര് ആ ഫിലിം ഒഫെൻഡ് ചെയ്തു, കുറെ പേർക്ക് ഇഷ്ടമായില്ല. കുറെ ഡയറക്ടേഴ്സ്, കുറെ ഹീറോസിനൊക്കെ ഇഷ്ടമായില്ല. പക്ഷെ എന്നാലും ഇറ്റ് വാസ്, അതൊരു ഫൺ സ്പിരിറ്റിലാണ് ആ പടം തന്നെ എടുത്തിരിക്കുന്നത്. സോ ആ സീനും ഇറ്റ് വാസ് ഇൻ എ ഫൺ സ്പിരിറ്റ്. പക്ഷെ ഐ ഡിഡ് ഇറ്റ് വിത്ത് ഫുൾ കമ്മിറ്റ്മെന്റ്. യു സീ മീ ഇൻ ദാറ്റ് സീൻ, ഫുള്ള് ഞാൻ സീരിയസ് ആയിട്ട് കരഞ്ഞൊക്കെയാ പാടിയിട്ടുണ്ടാവുക. സോ ഐ ഡിഡ് ഇറ്റ് വിത്ത് അറ്റ്മോസ്റ്റ് ഡെഡിക്കേഷൻ. ആ കരയണത് പോലും ഇരുന്ന് കരഞ്ഞിട്ടാണ് പാടിയത്. ഈ ഇപ്പൊ ഞാൻ സിരിത്തല്ല് കോമഡി ഉണ്ട്, തമിഴ് പടം തെലുങ്കിലും കുറച്ച് ലൗഡ് കോമഡി ഒക്കെ പോലത്തെ അറ്റംപ്റ്റുകൾ നടന്നിട്ടുണ്ടല്ലോ. ഈ കോമഡി ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും ടഫ് എന്ന് പല ആക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്. ഈ ഇപ്പൊ മോഡലിംഗ് ഒക്കെ ചെയ്തു വരുന്ന ആൾക്ക് എവിടുന്നാണ് ആ ലൈൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുക? അതായത് നമ്മുടെ അവസ്ഥ കണ്ടിട്ട് അവിടെ ചിരിയാ വരേണ്ടത്, എന്നാൽ നമ്മളിവിടെ അങ്ങനെ ചിരിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ക്ലൗണിഷ് പോലെ ഒന്നും. സോ ആ മീറ്റർ എങ്ങനെയാ ഐശ്വര്യ മനസ്സിലായത്? ആക്ടിംഗ് സ്കൂളിലൊന്നും പോയിട്ടില്ല? ആക്ടിംഗ് സ്കൂളിൽ ഞാൻ എന്താ പറയാ, ചെന്നൈയിൽ ഒരു ആളുടെ അടുത്ത് ഞാൻ പഠിച്ചിട്ട് മീൻസ് ഐ ജസ്റ്റ് വെന്റ്. പക്ഷെ ഇറ്റ്സ് മോർ ഓഫ് തിയേറ്റർ ആക്ടിംഗ് ആയിരുന്നു. ഞാൻ ചെറുതൊട്ട് ഐ എം എ ഭരതനാട്യം ഡാൻസർ. അപ്പൊ എനിക്ക് എക്സ്പ്രഷൻ കൂടി വരും, അതാണ് എന്റെ പ്രശ്നം. പക്ഷെ അഭിനയം എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. അഭിനയം മീൻസ് റിയാക്ടിങ്. ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കണം, ഞാൻ ഉത്തരം എങ്ങനെ, ലൈക്ക് ഹൗ ഡു ഐ റിയാക്ട്, അങ്ങനെയാണല്ലോ. സോ എന്താ ക്വസ്റ്റ്യൻ? ഹ്യൂമർ ഹാൻഡിൽ ചെയ്യണത് എങ്ങനെയാണ്? ഹ്യൂമർ എങ്ങനെ ഹാൻഡിൽ വെച്ചാൽ, ഇതൊരിക്കും ഐ തിങ്ക് തമിഴ് പടം 2 ഏറ്റവും ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഇപ്പൊ